അപ്പം CPM-ലും LDF-ലും ഒറ്റ പേര് മാത്രം, പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രി. ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം. കേരളത്തിൽ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കും, പിണറായി വിജയനെ പോലെ ഒരു ഭരണതന്ത്രജ്ഞൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രാപ്തനായ വേറൊരു നേതാവ്, നിങ്ങളത് പറഞ്ഞു തരൂ. അതാണ് എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു നേതാവാണ്, എല്ലാവരും അംഗീകരിക്കേണ്ട നേതാവാണ് പിണറായി വിജയൻ. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ UDF-ഉം എല്ലാവരും അദ്ദേഹത്തെ എതിരില്ലാണ്ട് തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിൻ്റെ കരുത്തും ശക്തിയും 10 വർഷം കൊണ്ട് ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെടുത്തിയ ഭരണതന്ത്രജ്ഞൻ, അത്രയും കരുത്തും ശക്തിയുമുള്ള ഇടതുപക്ഷ നേതാവ്, ഈ കേരളത്തെ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു നേതാവ്. അങ്ങനൊരാൾ മത്സരത്തിന് വരുമ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ എതിർപ്പുണ്ടാകും. അതുകൊണ്ട് മത്സരിച്ചോ. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ശരി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്ക് പോകുമായിരിക്കും. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സന്തോഷം കണ്ടതിൽ, ഇവിടെ വന്നതിലും. ഇനിയും നമുക്ക് കാണാം.